നമ്മുടെ ഗാരേജിലൊരു ജനറൽ സർവീസും ഒരു ചെറിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് വന്ന ഒരു NS200 B6 മോഡലാണ്. അപ്പോൾ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ വെള്ളം തട്ടിയ വണ്ടി മിസ്സിങ് അടിക്കും, മഴയത്ത് ഓടിക്കാനും പറ്റില്ല. ഇതാണ് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കംപ്ലയിൻ്റ് എങ്ങനെ സംഭവിച്ചെന്നും എന്തൊക്കെ പാർട്സാണ് ഇതിൽ ഡാമേജ് ആയിരുന്നു, ഇനി ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോണത്. ഈ വണ്ടിയിൽ KTMൻ്റെ മഡ്ഗാർഡാണ് ചെയ്തിട്ടുള്ളത്. മഡ്ഗാർഡിന് ഇത്രയും ഭാഗത്ത് എക്സ്റ്റൻഷൻ ഇല്ലാത്തതുകൊണ്ട് നേരെ ചെളി റേഡിയേറ്ററിൻ്റെ സൈഡിൽ കൂടി എഞ്ചിൻ റൂമിലേക്ക് കയറും. റേഡിയേറ്റർ ഫുൾ ഇപ്പോൾ ഓൾറെഡി ബ്ലോക്കാണ്, ചെളി അടിച്ചൊരു ഫുൾ ബ്ലോക്ക് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് വണ്ടിക്ക് കൂളിംഗ് സിസ്റ്റം ഓൾറെഡി ബ്ലോക്കാണ്. പിന്നെ ഈ എഞ്ചിൻ റൂമിലേക്ക് ചെളി കയറിയിട്ടുള്ള അവസ്ഥയാണ് നിങ്ങളെ കാണിച്ചത്. എഞ്ചിൻ റൂമിൽ വന്നതെന്ന് പറഞ്ഞാൽ വയറിംഗ് ഹാർനസ് വരുന്നുണ്ട്, ത്രോട്ടിൽ ബോഡി വരുന്നുണ്ട്, പിന്നെ എയർ ഇൻടേക്ക് വരുന്നുണ്ട്. ഇത്രയും ഭാഗങ്ങളിൽ ഈ ചെളിയും വെള്ളവും അടിച്ച് കയറി. അതുപോലെ HT കോയിൽ വന്നത് ഇതിൻ്റെ ഈ സൈഡിലാണ്, അതായത് നമ്മളുടെ ലെഫ്റ്റ് സൈഡ് ചേസിനോട് ചേർന്നിട്ടാണ് HT കോയിൽ വരാം. അപ്പോൾ ഈ HT കോയിലാണ് ഡാമേജ് ആയിപ്പോയത്. അപ്പോൾ ഇതിങ്ങനെ ഓടിച്ചു നടന്ന വണ്ടി ഇനി പൊളിക്കാൻ കൊടുക്കേണ്ടി വരും ശരിക്കും പറഞ്ഞു. ഈ 2 കോയിൽസാണ് ഇപ്പോൾ റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് മാറ്റാതെ ഈ വണ്ടി ഇനി ഓടിച്ചു നടന്നു കഴിഞ്ഞാൽ ഈ കോയിൽസൊക്കെ വീണ്ടും ഇതേപോലെ കംപ്ലയിൻ്റ് ആയി പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ശരിക്കും ഒരു മഡ്ഗാർഡ് എക്സ്റ്റൻഡർ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും വരില്ലായിരുന്നു. ഓക്കെ, NS200 യൂസ് ചെയ്യണം. നിങ്ങളുടെ ആ ഫ്രണ്ടിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഒരാൾക്ക് പറ്റിയ സംഭവം ഇനി വേറൊരാൾക്ക് പറ്റാതിരിക്കട്ടെ. അപ്പോൾ ഇതുപോലുള്ള നല്ല വണ്ടികളെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് മറക്കാതെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തിടാം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.